രാവിലെ ചോട്ടുമാൻ ഏതോ പുതിയ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അതിന്റെ പേരാണ് ബ്ലൂ ഹെവൻ. ബ്ലൂ ഹെവൻ? പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം കാട് എന്ത് ശാന്തവും മനോഹരമായിരിക്കുമെന്ന്. എന്നു മുതൽ ഈ കാടിന്റെ പേര് കേട്ടോ അന്നു മുതൽ ആഗ്രഹിക്കുന്നതാ ഇവിടേക്ക് ഒന്ന് വരണമെന്ന്. അവൻ കാടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയതും അവിടെ മരത്തിലൊരു കുരങ്ങൻ ഇരിക്കുന്നത് കണ്ടു. അവൻ പഴം കഴിച്ച് അതിന്റെ തൊലി താഴേക്ക് ഇടുകയായിരുന്നു. ഹേ കുരങ്ങൻ ചേട്ടാ, പഴം കഴിച്ചിട്ട് അതിന്റെ തൊലി എന്തിനാ ഇങ്ങനെ താഴേക്ക് എറിയുന്നത്? അയ്യോ സോറി, നീ ഈ പഴത്തൊലിയൊക്കെ എടുത്ത് കാട്ടിലേതെങ്കിലും നല്ല കുപ്പത്തൊട്ടി ഉണ്ടെങ്കിൽ അതിലങ്ങ് എടുത്ത് ഇട്ടേക്ക് കേട്ടോ. ഈ കാട്ടിൽ ഡസ്റ്റ്ബിൻ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ നിനക്ക് ഇതെല്ലാം ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിയിട്ടുകൂടെ? നീ ഒരുപാട് ചിലക്കാൻ നിൽക്കണ്ട, പോ മുൻപോട്ട് പോയിക്കോ. ഇത് കേട്ടുമാൻ ഒന്നും മിണ്ടാതെ മുൻപിലേക്ക് പോയി. അപ്പോൾ അവൻ വേറൊരു കാര്യവും കണ്ടു. ഒരു മുയൽ ചത്തുകിടക്കുന്നു. അതിനു ചുറ്റും ഒരുപാട് ഈച്ചകളും പറന്നു നടക്കുന്നു. അതിനെ ഒരു കുറുക്കനും കഴിക്കുന്നു. നല്ല രുചി, പോകാം, വയറ് നിറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഇതിനെ നാളെ വന്നിട്ട് തിന്നാം. ഇങ്ങനെ പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. എന്റെ ദൈവമേ, ഇതാണോ ബ്ലൂ ഹെവൻ? അങ്ങനെ അവൻ മുൻപോട്ട് പോകും തോറും പതുക്കെ ആ കാടിന്റെ സത്യാവസ്ഥ അവന്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. എല്ലാ വശത്തും കച്ചറയും പിന്നെ എല്ലാം വലിച്ചു വാരിയും ഇട്ടിരിക്കുകയാണ്. അവൻ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി അവിടുത്തെ രാജാവ് ഷേർഖാന്റെ അടുത്തേക്ക് പോയി. അറിയാം, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. ഒരുപാട് എണ്ണത്തിനെ ഞാൻ പിടിച്ചു വച്ചിരുന്നു. എന്നാൽ 4 നേരവും ഭക്ഷണം ചോദിക്കുന്നു. ഇവരെ കാട്ടിൽ നിന്നും പുറത്താക്കി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടാലും അടുത്ത ദിവസം തന്നെ ഇവർ തിരിച്ചു വന്ന് ഇവിടെ നിന്നിരിക്കും. ഈ തലവേദന കാരണം എന്റെ ഭാര്യ പോലും എന്നോട് പിണങ്ങിപ്പോയി. ഞാൻ ഒറ്റയ്ക്കാ ഇതുങ്ങളെ സഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് പറഞ്ഞ് അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. പിന്നെ ആ കാട്ടിൽ ഒരു ഗുഹയുടെ അടുത്ത് അവൻ താമസവും തുടങ്ങി. അടുത്ത ദിവസം മാൻ അവന്റെ വീട്ടിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ അപ്പോൾ അടുത്തുകൂടി ഒരു സീബ്ര ഓടി വന്നു. എല്ലാവരും മാറിക്കോ, ഞാൻ കൊടുങ്കാറ്റിന്റെ വേഗത്തിലാണ് വരുന്നത്. സീബ്ര ഓടി ഓടി വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ കിടന്ന പഴത്തൊലിയിൽ അവന്റെ കാല് തട്ടി. അവൻ തെന്നി വേഗത്തിൽ വന്ന ഒരു വലിയ കല്ലിലിടിച്ചു. അയ്യോ അയ്യോ, ഇത് കണ്ടു. എല്ലാ മൃഗങ്ങളും അവന്റെ അടുത്ത് ഒത്തുകൂടി. കണ്ടോ കുരങ്ങേ, ഇന്നലെ ആ പഴത്തൊലി നീ ആ വഴിയിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സീബ്രയ്ക്ക് ഗതി വരില്ലായിരുന്നു. ആരെങ്കിലും എന്റെ വേദനയൊന്ന് ശരിയാക്കൂ, നല്ല വേദന എടുക്കുന്നുണ്ട്. ഇതിൽ നിന്റെ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നിന്റെ വേദന ഞാൻ മാറ്റിത്തരാം. ഇങ്ങനെ പറഞ്ഞ് മാൻ തന്റെ കൈകൊണ്ട് സീബ്രയുടെ മുതുകിൽ തടവി. അവന്റെ മായാജാലം കൊണ്ട് അവന്റെ വേദനയും മാറ്റിക്കൊടുത്തു. കൊള്ളാമല്ലോ, നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് ശരിയായി. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് തെളിയുകയും ചെയ്തു. നിനക്ക് മായാജാലം അറിയാമോ മാനെ? ഇന്നു മുതൽ നീ ഞങ്ങളുടെ കാട്ടിൽ ജീവിച്ചാൽ മതി കേട്ടോ. മാൻ അവരെ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അവരുടെ അപേക്ഷ സ്വീകരിച്ചു. എന്റെ ദൈവമേ! അടുത്ത ദിവസം മാൻ കണ്ടു ഒരു കഴുതപ്പുലിയും കുറുക്കനും രണ്ടുപേരും തറയിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തു പറ്റി? രാത്രി മുതൽ വയറ്റിൽ നല്ല വേദന. രാവിലെ ആയപ്പോൾ അത് വീണ്ടും കൂടി. എന്നാൽ അത് കൂടുന്നതല്ലാതെ കുറയുന്നതേയില്ല. ഇന്നലെ നിങ്ങൾ രാത്രി എന്താ കഴിച്ചത്? ഇന്നലെ ഒരു ചത്ത ആടിനെ കഴിക്കാൻ കിട്ടി. അതിനെ ഞങ്ങൾ രാത്രി തിന്നു. പിന്നെ രാവിലെയും തിന്നു. പോരാഞ്ഞിട്ട് ഉച്ചയ്ക്കും. എന്റെ ദൈവമേ, ഏത് ആടിനെ തിന്ന് വേദന തുടങ്ങിയോ നിങ്ങൾ അതിനെ തന്നെ 3 നേരം വീണ്ടും തിന്നെന്നാണോ പറയുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വയറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടായതാണ്. മടിയന്മാരായിട്ടിരുന്ന് ഇങ്ങനെ ചീത്ത ഭക്ഷണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഗതി നിങ്ങൾക്ക് വരില്ലായിരുന്നു. അയ്യോ, ഇനി എന്ത് ചെയ്യും സുഹൃത്തേ? നിങ്ങളുടെ കാട്ടിൽ ഡോക്ടർമാരൊന്നുമില്ലേ?
ഡോക്ടർ മുയൽ 1 മാസം പഴക്കമുള്ള ക്യാരറ്റ് കഴിച്ചിരുന്നു. അന്നു മുതൽ ആരോഗ്യം മോശമാണ്. എന്റെ ദൈവമേ, ഇവിടത്തെ ഡോക്ടർ വരെ മടിയന്മാരാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, ഞാനൊരു ഔഷധം പറഞ്ഞു തരാം. നിങ്ങളിൽ ആരെങ്കിലും അത് കരിങ്കുന്നിൽ പോയി കൊണ്ടുവരണം. അയ്യോ മാന്, നിനക്ക് മാന്ത്രികമറിയാമല്ലോ. നീ ഇവനെയും കൂടെ ഒന്ന് ശരിയാക്കൂന്ന്. ഞങ്ങൾ എന്തിനാ വെറുതെ കരിങ്കുന്നിലേക്കൊക്കെ പോകുന്നത്? എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ മാൻ തന്റെ കൈ അവരുടെ ദേഹത്ത് വെച്ചു. പിന്നെ കണ്ണുകൾ അടച്ച് മായാജാലം ചെയ്തു. അപ്പോൾ തന്നെ അവർക്ക് ശരിയായി. എന്നാൽ അതേസമയം മാനിന്റെ വയറിന്റെ നിറം നീലയാകുന്നത് ശ്രദ്ധിച്ചു. ഞങ്ങൾക്ക് ശരിയായേ. ശരി, ഞാനെന്നാൽ പോകുക. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഇതു പറഞ്ഞ് മാൻ തിരിച്ച് തന്റെ ഗുഹയിലേക്ക് പോയി. എന്നാൽ അടുത്ത ദിവസം സംഭവിച്ചതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ലായിരുന്നു. അയ്യോ, ഇത് ആ മാനിന്റെ ശബ്ദമാണല്ലോ. എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി മാനിന്റെ അടുത്തേക്ക് വന്നു. അവർ എത്തിയപ്പോൾ മാൻ തറയിലിരുന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അടുത്ത് ഷേർഖാനും ഇരിക്കുന്നു. എന്തു പറ്റി മാനെ? നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ വയറ്റിൽ നല്ല വേദന എടുക്കുന്നു. പക്ഷേ നീ നല്ല ആഹാരമല്ലേ കഴിക്കുന്നത്? നിന്റെ ഗുഹയും നീ നന്നായി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ നിന്റെ ആരോഗ്യം എങ്ങനെയാണ് മോശമായത്? ഞാൻ എന്റെ മായാജലം ഉപയോഗിച്ച് പ്രശ്നത്തിലാകുന്ന മറ്റുള്ളവരെ സഹായിക്കും. എനിക്ക് ആരുടെയും അസുഖം മാറ്റാൻ പറ്റില്ല. എന്നിട്ടും നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് നിങ്ങളുടെ അസുഖം ഞാൻ മാറ്റിത്തന്നു. അതുകൊണ്ട് ഇവരുടെ എല്ലാം അസുഖം എനിക്ക് തിരിച്ചു വന്നു. എന്താ? നിങ്ങളുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഇൻഫെക്ഷൻ ഇപ്പോൾ എന്റെ ദേഹത്തുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇനി ഒരുപാട് നേരം ജീവിച്ചിരിക്കുമെന്ന്. എല്ലാവരും കണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും മടി കാരണം നമ്മുടെ കാട്ടിലുള്ള ഒരു നല്ല മൃഗം മരിക്കാൻ പോകുന്നു. ഇല്ല, ഞങ്ങൾ നിന്നെ മരിക്കാൻ അനുവദിക്കില്ല മാനെ. നിനക്ക് എന്തൊക്കെ മരുന്നറിയാമോ? ഞങ്ങളോട് പറ, ഞങ്ങൾ അത് എടുത്തുകൊണ്ടുവരാം. കരിങ്കുന്നിന്റെ മുകളിൽ നിങ്ങൾക്ക് ഈന്തപ്പഴത്തിന്റെ ഒരു മരം കാണാൻ പറ്റും. അവിടെ കാണുന്ന ഒരു മരത്തിൽ അവിടെ തക്കാളിയുടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് ഈന്തപ്പഴം കാണാൻ പറ്റും. അതിലെ 4 ഈന്തപ്പഴം കഴിച്ചാൽ തന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. നീ പേടിക്കൊണ്ട മാനെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ ആ ഈന്തപ്പഴം കൊണ്ടുവരാം. മോണ്ടുക്കുരങ്ങ, പരുന്ത്, ചെന്നായേ, ജിറാഫെ, ഇപ്പോൾ തന്നെ എന്റെ കൂടെ വരൂ. നമുക്ക് വളരെ വേഗം തന്നെ തിരിച്ചു വരാനുള്ളതാ. വരൂ, നമുക്ക് പോകാം. അവർ 5 പേരും ഒരുപാട് ഉത്സാഹത്തോടെ കരിങ്കുന്നിലേക്ക് പോകാൻ തുടങ്ങി. അവർ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി. അവിടെ നോക്കൂ, അവിടെയുണ്ട് ആ കറുത്ത ഈന്തപ്പഴമരം. പരുന്തേ, കുരങ്ങ, നിങ്ങൾ പോയി ഈന്തപ്പഴം കുലുക്കിയിട്. പരുന്ത് പറന്ന് മരത്തിനു മുകളിൽ പോയി. കുരങ്ങൻ അതിൽ വലിഞ്ഞുകേറി. 2 പേരും ഒരുപാട് ഈന്തപ്പഴങ്ങൾ പറിച്ച് താഴെയിട്ടു. ചെന്നായിയും ജിറാഫും ആദ്യമേ തന്നെ ഒരു വലിയ ഇല വിരിച്ചിരുന്നു. ആ ഈന്തപ്പഴങ്ങളെല്ലാം അതിൽ വീണു. അതിനുശേഷം 1 മണിക്കൂറിനകം അവർ എല്ലാ ഈന്തപ്പഴങ്ങളുമായി കാട്ടിലേക്ക് പോയി. അപ്പോഴേക്കും മാനിന്റെ കണ്ണുകൾ അടയാറായിരുന്നു. ചോട്ടുമാനെ, എഴുന്നേൽക്ക്. കുരങ്ങൻ മാനിനെ തട്ടി വിളിച്ചു. ഇതാ, ഈ ഈന്തപ്പഴം കഴിക്കേ. മാൻ ഒന്നൊന്നായി 6 ഈന്തപ്പഴങ്ങൾ കഴിച്ചു. പതുക്കെ പതുക്കെ അവൻ വേദനയിൽ നിന്നും മോചിതനായി. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കൂ പ്രിയമാനേ. ഞങ്ങൾക്ക് നീ പറഞ്ഞതൊന്നും മനസ്സിലായില്ലായിരുന്നു. എന്നാൽ നീ പോകുമോ എന്ന പേടിയിൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കാടിന്റെ രൂപം മാറ്റിയെടുത്തു. മുഴുവൻ കാട്ടിലും ഹരിതാഭയും പൂവിന്റെ മണവും നിറഞ്ഞിരുന്നു. അങ്ങനെ പിണങ്ങിപ്പോയ ഷേർഖാന്റെ ഭാര്യയും തിരികെ വന്നു. എന്റെ പ്രിയതമേ! അവർ 2 പേരും കെട്ടിപ്പിടിക്കുന്നത് കണ്ട് മാനും അവിടെയുണ്ടായിരുന്ന ബാക്കി മൃഗങ്ങളും എല്ലാവരും സന്തോഷിച്ചു. പിന്നെ മാനും എന്നേക്കുമായി അവിടെ തന്നെ താമസിച്ചു.